ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും അഗ്രി സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നേരെ കന്യാകുമാരി എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ചുറ്റിക്കറങ്ങി കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു മണിക്കൂറൊക്കെ ചിലവഴിച്ചിട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നിങ്ങൾ കണ്ട മണ്ടക്കാട് ക്ഷേത്രവും ലേമൂർ ബീച്ചും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് കന്യാകുമാരിയിലേക്കാണ്. നമ്മൾ കന്യാകുമാരിയിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാമെന്നുള്ളത് കന്യാകുമാരി ദേവി ക്ഷേത്രവും പിന്നെ തിരുവള്ളുവരുടെ പ്രതിമയിരിക്കുന്ന ഒരു പാറ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ പാറ. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത്. ഞാനൊരു 3 മാസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരുവള്ളൂർ പ്രതിമയുള്ള ആ പാറയിലും വിവേകാനന്ദ പാറയിലും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞുകൊണ്ട് ദേവി ക്ഷേത്രത്തിൻ്റെ നടയം ഓൾറെഡി അടച്ചു കഴിഞ്ഞാൽ അമ്പലത്തിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു പോകാനാണ് പ്ലാന്. തമിഴ്നാട്ടിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടും പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ നിന്നൊരു 90-100 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവനന്തപുരം ആ ഭാഗത്ത് നിന്ന് എത്താനായിട്ട് എളുപ്പമുള്ളതായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എപ്പോഴും എല്ലാ ദിവസങ്ങളിലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. നമ്മുടെ ബംഗാൾ ഉൾക്കടലിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും അറബിക്കടലിൻ്റെയും ഒരു സംഗമമാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോഴത്തേന് ഈ കന്യാകുമാരി എന്ന് പറയുന്ന ഭാഗം ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ, അതായത് കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അത് 1956 സംസ്ഥാനങ്ങൾ ഈ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചപ്പോഴത്തേന് ഈ കന്യാകുമാരി ജില്ല തമിഴ്നാട് സംസ്ഥാനത്തിലേക്ക് മാറുകയായിരുന്നു. അങ്ങ് ദൂരെയായിട്ട് ഒരു ക്രെയിൻ നിൽക്കുന്നുണ്ടല്ല, അവിടെ നിന്നാണ് നമ്മൾ അത്യാവശ്യം വലിയൊരു ബോട്ടിൽ നമ്മുടെ ഈ വിവേകാനന്ദ പാറയിലേക്കും തിരുവള്ളുവർ പ്രതിമയിരിക്കുന്ന ആ പാറയിലേക്കും പോകാനുള്ള ബോട്ടൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളവിടെ ക്യൂ ആയിട്ട് നിന്ന് വേണം അതിൽ കയറി പോകാനായിട്ട്. അമ്പലത്തിന് ചുറ്റും പിന്നെ അതുപോലെ തന്നെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കടകൾ, കുഞ്ഞു കടകളുണ്ട്. നമ്മൾക്ക് ഒരുപാട് അലങ്കാര സാധനങ്ങൾ, അതായത് ചിപ്പി, ശംഖ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് അലങ്കാര വസ്തുക്കൾ, പിന്നെ തുണി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ കുഞ്ഞു കടകൾ ഒരുപാടുണ്ട്. അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന തരത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ബീച്ചിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു സ്മാരകമാണ്, ഗാന്ധി സ്മാരകം എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് പക്ഷേ ക്ലോസ്ഡ് ആണ്. ഇന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നോക്കി, തിരിച്ചു വന്നപ്പോൾ നോക്കി, ക്ലോസ് ചെയ്തൊക്കെയാണ്. അതിനകത്ത് ഗാന്ധിജി, നമ്മുടെ മഹാത്മാഗാന്ധിജിയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും ഫോട്ടോസ്, അദ്ദേഹം നടത്തിയ സമരത്തിൻ്റെ ഫോട്ടോസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനകത്ത് എൻട്രി ഫ്രീ ആണ്. ഞാൻ മുമ്പ് കയറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് ഇവിടെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം കറങ്ങാൻ പറ്റില്ല. കുറച്ചുകൂടെ അലഞ്ഞു തിരിഞ്ഞ ശേഷം ഇവിടെ നിന്ന് വിട്ടു പോകണം. അത്രയ്ക്ക് ചൂടാണ്, നമുക്ക് റോഡിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ആ ഗാന്ധി സ്മാരകത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒരു കാമരാജ് മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് കണ്ടു. ഞാൻ ഒരുപാട് പ്രാവശ്യം കന്യാകുമാരിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിൽഡിംഗ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനകത്തും നമുക്ക് എൻട്രി ഫ്രീ ആണ്, ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രീ ആയിട്ട് കയറാം. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട്ടിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ കാമരാജിനെ കുറിച്ചുള്ള ഓർമ്മകളും പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ എല്ലാം ഫോട്ടോസ് ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ കയറി വരുമ്പം തന്നെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പകുതിയുള്ള ഒരു പ്രതിമയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കാണുന്നത്. പിന്നെ അതിന് ചുറ്റുമായിട്ട് അദ്ദേഹം നടത്തിയ സമരങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ, അതിൻ്റെ എല്ലാ രാഷ്ട്രീയപരമായിട്ട് പുള്ളി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ ഫോട്ടോസും ഇതിന് ചുറ്റും വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഇതിനകത്ത് കയറി കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് കയറുന്നത്. കൊടൈക്കനാലിൽ ഗുണ കേ ഉള്ള ഇവിടെ ഒരു ഗുണ ഹോട്ടൽ.
ഇവിടെ ഭയങ്കര വെയിലാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടുത്തെ കറക്കം നിർത്തി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് കണ്ട ഈ കന്യാകുമാരിയിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഫ്രം അഖിൽ.